ഞാൻ ആരെയും കുറ്റം പറയുകയൊന്നുമല്ല. എന്നാൽ പോലും ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം വരെ ഒന്ന് പോയപ്പോഴേക്ക് എനിക്ക് അവിടുത്തെ MLA ഹോസ്റ്റലിന്റെ റൂമിൽ നിന്ന് ഒരു ബുക്ക് കിട്ടി. അതായത് 2026-27 വിശദമായ ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകളുടെ അനുബന്ധം. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഈ ബഡ്ജറ്റിന്റെ ഈ ഒരു അനുബന്ധ ബുക്കിനകത്ത് 100 രൂപ ടോക്കൺ കൊടുത്ത് പല പദ്ധതികളും എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് ആ ടോക്കണിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഷൊർണൂർ ഭാരതപ്പുഴ തീരത്ത് അഡ്വഞ്ചർ പാർക്ക് നിർമ്മാണം 40 ലക്ഷം രൂപ. ആ 40 ലക്ഷം രൂപ തന്നെ എഴുതിയിട്ടുണ്ട്. അതേസമയം തൊട്ടിപ്പുറത്ത് പായിപ്പാട്ടെ ഒരു സ്കൂളിന്റെ കാര്യം വെറും 100 രൂപ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു ടോക്കൺ മാത്രം കൊടുത്തിട്ട് പേപ്പറിൽ ഇതിങ്ങനെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരി MLA ശ്രീ വിനു ജോബ് അദ്ദേഹം അന്നത്തെ ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കേട്ടത്. അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഇതാണ്. അതായത് സർക്കാരുകൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ അന്ന് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് അത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുക്കിയിരുന്ന ഒരു സമയമായിരുന്നു. ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് അതിന് നേരെ 100 രൂപ ടോക്കൺ മാത്രമായി വകയിരുത്തി അതിനെ വെറും വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുക്കിയിരുന്നു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇപ്പോൾ നിലവില് ശ്രീ VD സതീശൻ, അതായത് ശ്രീ വിനു ജോബിന്റെ മുന്നണി അവരുടെ ബഡ്ജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ശ്രീ വിനു ജോബിന്റെ മുന്നണിയായിട്ടുള്ള UDFന്റെ ബഡ്ജറ്റ് അതെങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും ബഡ്ജറ്റിന്റെ അപ്പൻഡിക്സ് ഒന്ന് എടുത്ത് നോക്കിയുണ്ടായി. കാരണം അധികാരത്തിൽ വന്നപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാവുമല്ലോ. ശ്രീ വിനു ജോബ് അന്ന് കുറ്റപ്പെടുത്തിയതുപോലെ പണ്ടത്തെ പോലെ തന്നെ 100 രൂപ ടോക്കണിൽ മാത്രം ഒതുങ്ങിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പരിശോധിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലമായിട്ടുള്ള ചങ്ങനാശ്ശേരിയുടെ തന്നെ മാത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പായിപ്പാട് സ്കൂൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പൊ ചങ്ങനാശ്ശേരി ബോട്ട് ചെട്ടി നവീകരണം അതിനു വേണ്ടിയിട്ട് വകയിരുത്തിയിരിക്കുന്ന തുക 1 കോടിയാണെങ്കിൽ ഈ നടപ്പ് വർഷത്തിലെ വകയിരുത്തല് 100 രൂപ ടോക്കൺ മാത്രമാണ്. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി സ്ഥലത്തുള്ള ആയുർവേദ ആശുപത്രി നിർമ്മാണം 1 കോടി രൂപ വകയിരുത്തി 100 രൂപ ടോക്കൺ മാത്രമാണ് ഈ വർഷം ഉള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആ പായിപ്പാട് സ്കൂൾ അടക്കമുള്ള പദ്ധതികളെല്ലാം ഈ 100 രൂപ ടോക്കൺ മാത്രമായി വീണ്ടും ഈ ബഡ്ജറ്റിൽ ഒതുങ്ങുകയാണ്. അതുപോലെ തന്നെ തിരുവല്ലയുടെ, ഞാൻ മത്സരിച്ച മണ്ഡലമാണ്, അപ്പോൾ തിരുവല്ലയുടെയും കൂടി ഇതുപോലെ അപ്പൻഡിക്സ് എടുത്ത് നോക്കി. ഇപ്പൊ തിരുവല്ലയില് പബ്ലിക് സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട് ഇത്തവണ 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. 1 കോടി രൂപ കൊണ്ട് പബ്ലിക് സ്റ്റേഡിയത്തിന്റെ പണി എന്താകുമെന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്കിപ്പോ പറയാൻ സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അതൊഴികെ ബാക്കി വന്നിട്ടുള്ള എല്ലാ പദ്ധതികളും, ഇപ്പൊ തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ്, പുളിക്കീഴ് പമ്പർ റിവർ ഫാക്ടറി ഇൻഡസ്ട്രിയൽ IT പാർക്ക്, കടപ്പുറ വിയപുരം ലിങ്ക് ഹൈവേ അവസാന ഘട്ടം, അങ്ങനെ എല്ലാ പദ്ധതികൾക്കും ഈ 100 രൂപ ടോക്കൺ മാത്രമാണ് ഇത്തവണ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാല് ശ്രീ വിനു ജോബ് അന്ന് കുറ്റപ്പെടുത്തിയത് ഇടതുപക്ഷ സർക്കാർ എല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രം ഒതുക്കി 100 രൂപ ടോക്കൺ മാത്രമായി ബഡ്ജറ്റ് മാറി, ഞങ്ങൾ വരുമ്പോൾ മാറും എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞതിന്റെ ധ്വനി. സാധാരണ ബഡ്ജറ്റില് കുറെയൊക്കെ പദ്ധതികൾ ഇതേപോലെ 100 രൂപ ടോക്കൺ മാത്രമായി പ്രഖ്യാപിച്ചിട്ട് ഫയലുകൾ തുറന്ന് വെക്കാറുണ്ട്. ഇതൊരു പതിവാണ്. പക്ഷേ ഈ രണ്ട് മുന്നണികളുടെയും ബഡ്ജറ്റുകളിൽ ഭൂരിഭാഗം പദ്ധതികളും, അതായത് 99% പദ്ധതികളും 100 രൂപ ടോക്കൺ പദ്ധതികൾ മാത്രമായി പോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിൽ നിന്ന് 2 കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, ഇവർ രണ്ടുപേരും ഒന്നാണ്. ഇടതും വലതും, നമ്മൾ പറയാറില്ലേ, ഇടത്തേക്കാലിലെ മന്ത് വലത്തേക്കാലിലേക്കും വലത്തേക്കാലിലെ മന്ത് ഇടത്തേക്കാലിലേക്ക് മാറുക. ഈ സാഹചര്യം അങ്ങനെ തന്നെയാണ്, യാതൊരു മാറ്റവും ഇതിൽ ഉണ്ടായിട്ടില്ല. 2, മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ബഡ്ജറ്റ് വന്നതിന് ശേഷം അടുത്ത ദിവസം വന്നിട്ടുള്ള പത്രത്തിലെ ഹെഡിങ് ആണ് പദ്ധതിയുണ്ട്, പണം എവിടെ. ഇതന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പദ്ധതികളൊക്കെ നിങ്ങൾ വളരെ കാര്യമായി പ്രഖ്യാപിക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള പണം എവിടെ എന്നുള്ളതിന് മാത്രം ഉത്തരമില്ല. അന്ന് UDF ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചിരുന്നത് നിങ്ങൾക്ക് പദ്ധതികളുണ്ട്, 100 രൂപ ടോക്കൺ മാത്രമേ ഒതുങ്ങി പോകുന്നു, പണമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് UDF സർക്കാരിന്റെ ബഡ്ജറ്റ് എടുത്തു നോക്കിയാലും ഇത് തന്നെയല്ലേ അവസ്ഥ. അതുകൊണ്ട് ശ്രീ VD സതീശന്റെ സർക്കാരും ഈ ഒരു 100 രൂപ ടോക്കൺ സർക്കാരായി ഒതുങ്ങിപ്പോകുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീ വിനു ജോബിന്റെ ഈ വീഡിയോ സഹായിച്ചു. അതിന് അദ്ദേഹത്തോടുള്ള എല്ലാ നന്ദി ഞാൻ പറയുകയാണ്.